വക്കീലാകാനായി വീട്ടുകാർ കണ്ടുവച്ചിരുന്ന മകൻ പിന്നീട് ഒരു താരമാവുകയും പിന്നീട് റിയാലിറ്റി ഷോകളിലെ എല്ലാം ജഡ്ജാവുകയും ചെയ്ത നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ടിനി ടോമാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. സ്വാഗതം ചേട്ടാ. ടിനി ചേട്ടാ, വീണ്ടും ഒരു നായക കഥാപാത്രം അല്ലേ, മത്ത്. ശരിക്കും പറഞ്ഞാൽ മത്ത് എന്ന പദത്തിന് പലയിടത്തും പല അർത്ഥങ്ങളുണ്ട്. നമ്മൾ മത്ത് പിടിപ്പിക്കുക എന്ന് പറയും. ഞങ്ങളുടെ നാട്ടിലൊക്കെ ശരിക്കും മോര് കടയുന്ന ഒരു സാധനത്തിന് ഞങ്ങൾ മത്തെന്ന് വിളിക്കാറുണ്ട്. മാവേലിക്കര. ഇനി എൻ്റെ ദൈവമേ അടുത്ത ട്രോളാവുമോ. ശരിക്കും ഞങ്ങൾ മോരിങ്ങനെ നമ്മൾ കടയുന്ന സാധനത്തിന് മത്ത് എന്ന് പറയാറുണ്ട്. അപ്പം എന്താണ് ടിനിച്ചേട്ടൻ കഥാപാത്രമാകുന്ന ഈ മത്ത് എന്താണ്? ഇത് പൊതുജനത്തിന് അറിയാവുന്ന മത്താണ്. മത്ത് പിടിച്ച് കിടക്കുക എന്ന് പറഞ്ഞാൽ എന്താ പറയണത്, ആ ഒരു സെൻസില്ലേ, അത് ഒരു ഭ്രാന്താണത്, ഒരു സൈക്കോ ഡ്രാമയാണ് ഈ സിനിമ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇയാൾ ചിലപ്പോൾ ഒരു വേറെ ലോകത്തായിരിക്കും ജീവിക്കുന്നത്, ചില സമയത്ത് നോർമലായിരിക്കും. നമ്മളങ്ങനെ കണ്ടിട്ടില്ല ചില ആൾക്കാരെ, ഓൺലൈൻ തന്നെ എടുത്ത് നോക്കിയാൽ കാണാം ചില രീതിയിലുള്ള, ആരൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അതുപോലുള്ളൊരു മനുഷ്യനാണ്. അതിൻ്റെ കാരണം എന്തായിരിക്കും? ടോക്സിക് ആയിട്ട് എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടാവും അല്ലേ, ഉപയോഗിക്കുന്നുണ്ടാവും, ജീവിതാനുഭവങ്ങളാവാം. എല്ലാം ഒരു എന്ന് പറഞ്ഞാൽ നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പനിയാണെങ്കിൽ പനിക്ക് മരുന്ന് കഴിക്കാൻ പറ്റും, തലവേന വന്ന തലവേനക്ക്, ഇതിൻ്റെ ഉള്ളിലുള്ളത് എങ്ങനെയും സെൻസ് ചെയ്യാൻ പറ്റില്ല. സൈക്കാട്രിക് പ്രോബ്ലം എന്ന് പറയുന്നത് ഡോക്ടറിനെ എഴുതിയെടുക്കാനേ പറ്റുള്ളൂ. അതൊരു സയൻസ് പോലും അല്ല എന്നാണ് പറയുന്നത് ചിലർ വാദിക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ നടക്കുന്ന ചെറിയ വ്യതിയാനങ്ങളാണ്. ഭയങ്കര ബുദ്ധിയുണ്ടല്ലോ എനിക്ക്. അല്ല, ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടാണ് ഈ ക്യാരക്ടർ ചെയ്തത്. അപ്പോൾ ഇപ്പം ജനങ്ങളെയും അതിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. അപ്പോൾ കാണുന്ന ഓഡിയൻസിനും ഇയാളുടെ ഒരു മൈൻഡിലേക്ക് വരും. ഇപ്പോൾ പഠിച്ചിട്ടാണ് ഈ കഥാപാത്രം ചെയ്തതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്തെങ്കിലും തീർച്ചയായിട്ടും നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന, ത്രില്ലടിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാരണം അതിനുള്ളത് കൊണ്ടായിരിക്കും നമ്മൾ പഠിച്ചൊരു കഥാപാത്രത്തിലേക്ക് വരിക എന്ന് പറഞ്ഞു. അപ്പം മത്തുമായിട്ട് ഇവർ ടിനിച്ചേട്ടനിലേക്ക് വരുമ്പോൾ, കാരണം നായക കഥാപാത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ ഷോൾഡറിലായിരിക്കും അതിൻ്റെ ചുമതലകൾ മൊത്തം. അപ്പം എന്തായിരിക്കും ആ എക്സൈറ്റ് ചെയ്യിച്ചൊരു കാരണം എന്തായിരിക്കും? ഒന്ന്, എനിക്ക് പ്രൊമോഷൻ കിട്ടിയതാണ് ഈ നായകനിലേക്ക്. വേറൊരാളാണ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ ആരൊന്നും പറയുന്നില്ല, പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് പറ്റിയില്ല. അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ കഥാപാത്രം ചെയ്യേണ്ട ആളായിരുന്നു ഞാൻ. അപ്പോൾ ഈ ആദ്യത്തെ കഥാപാത്രം നമ്മൾ കൊതിച്ചുപോയി, മോഹിച്ചു. നമ്മൾ നമ്മുടെ ആഗ്രഹമുള്ളൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് എന്നിലേക്ക് വന്നു. എന്നാൽ പിന്നെ ആദ്യത്തെ ചെയ്താൽ എന്തായിരിക്കും എന്നുള്ള തീരുമാനത്തിൽ വന്നു. എപ്പോഴും ഒരു കലാകാരന് അവസരം കിട്ടിയാലേ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവസരം കിട്ടിയപ്പോഴൊക്കെ ഞാൻ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം രഞ്ജിത്ത് എന്ന് പറയുന്നൊരു സംവിധായകനാണ് എന്നെ യഥാർത്ഥത്തിൽ പ്ലേസ് ചെയ്തത്. അദ്ദേഹം ചെയ്ത 7ഓളം സിനിമകൾ കണ്ടിന്യൂസ് ആയിട്ട് ഉള്ള സിനിമകളിൽ ഞാനുണ്ട്. അത് കൈക്കൂലിയൊന്നും കൊടുത്തിട്ടല്ല, പുള്ളി തരുന്ന വേഷം വൃത്തിയായിട്ട് ചെയ്യും. ഞാനൊരു പ്രശ്നക്കാരനൊന്നുമല്ല. അതൊരു പ്ലാറ്റ്ഫോമായിരുന്നു. അപ്പോൾ ആ അവസരങ്ങൾ കൊണ്ട് എനിക്ക് ഇത്രയും കാലം സർവൈവ് ചെയ്യാൻ പറ്റി. പിന്നീട് മറ്റൊരു രഞ്ജിത്ത് വന്നു. കോഴിക്കോട് കണ്ണൂർ ഏരിയ എന്നാണ് നമ്മുടെ രക്ഷകന്മാർ വരുന്നത്. അപ്പോൾ ഇതും എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു പ്ലാറ്റ്ഫോമിലേക്ക് കയറാനായിട്ട്. അപ്പോഴും ഞാൻ പറയുന്നത് അതാണ്, ഒരു അവസരം കിട്ടിയാൽ ഏതൊരു കലാകാരനും പെർഫോം ചെയ്യാൻ പറ്റും, അതിന് പറ്റിയ സ്ക്രിപ്റ്റും ഇതുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം തന്നപ്പോൾ നമ്മൾ അതിൽ 100%, 1% പോലും കുറയ്ക്കാതെ ഇൻവോൾവായി. അപ്പോൾ അത് ഇതുപോലത്തെ സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലത്ത് തന്നെ ആൾക്കാർ തേച്ച ഷർട്ട് ഇട്ടിട്ട് ടിനി ടോമിൻ്റെ സിനിമ കാണാൻ പോകാന്ന് പറഞ്ഞാൽ ആരും തയ്യാറാവില്ല. ഈ സബ്ജക്റ്റിലുള്ളൊരു അട്രാക്ഷനിലെ ആൾക്കാർ വരുള്ളൂ അല്ലേ. അപ്പോൾ അത് ഞാൻ അത്ര വലിയ മൂല്യമുള്ളൊരാളുമല്ല, ആർക്കും ഉപദ്രവം ഇല്ലാതെ ജീവിക്കുന്ന ഒരാളാണ്. ഉപദ്രവമില്ലാന്ന് വിചാരിച്ചിട്ട് സഹതാപത്തിൽ ഈ സിനിമ ഒന്ന് കാണുകയും വേണ്ട. പക്ഷെ ഇതുവരെയായിട്ടും കാണാത്തൊരു ജോണർ. കാരണം ഇപ്പോൾ ഒരു ഒഴുക്കുണ്ട് സിനിമകളുടെ, ആ ഒരു ജോണറേ അല്ല. അങ്ങനെ വരുന്ന സിനിമകളാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. ഇപ്പോൾ ഒരു പടം ഇറങ്ങി കഴിയുമ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇങ്ങനെ കുറേ പടങ്ങൾ വരുന്നത്. അത് ബ്രേക്ക് ചെയ്തിട്ട് വേറൊരു ജോണർ പ്രസൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതെനിക്ക് പഠിക്കണമെന്ന് തോന്നി. അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് കിട്ടിയപ്പോൾ നന്നായിട്ട് പഠിച്ച് ചെയ്തില്ലെങ്കിൽ കാര്യമില്ല. നമുക്കൊരു അവസരം കിട്ടുന്ന ഒറ്റ തവണയേ കിട്ടുള്ളൂ. അത് പെർഫോം ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ജനങ്ങൾ സ്വീകരിക്കാതിരിക്കുക അറിയില്ല. പക്ഷെ ഇതിൽ ഇറക്കിയിരിക്കുന്ന എല്ലാം ജനങ്ങളിപ്പോൾ സ്വീകരിച്ചു എന്നുള്ളൊരു പാട്ടാണെങ്കിലും. പിന്നീട് ട്രെയിലർ ഇറങ്ങുമ്പോൾ അത് വിവാദമാകുന്ന ട്രെയിലറായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ഏരിയ കിട്ടിയപ്പോൾ നമ്മൾ ചത്ത് പണിയെടുത്ത്. പാട്ട് എന്ന് പറഞ്ഞപ്പം എനിക്കൊന്ന് ടിനിച്ചേട്ടൻ ആദ്യമായിട്ട് അല്ലേ ഗായകനാകുന്ന ഒരു പാട്ട് എന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. മുഴുനീള പാട്ട്, അതായത് ഇതിനു മുമ്പ് മംഗ്ലീഷ് എന്ന് പറഞ്ഞ പടത്തിൽ ദുൽഖർ ഞാനും കൂടി പാടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മായപ്പൻ, അങ്ങനെ കുറേ പടങ്ങളിൽ ചെറിയ അങ്ങനത്തെയൊക്കെയാണ് പാടിയിട്ടുള്ളത്, ജസ്റ്റ് ഫില്ല് ചെയ്ത്. പക്ഷെ മുഴുനീള പാട്ടെന്ന് പറയുന്നത് ഒരു സോളോ സോങ് ആദ്യമായിട്ടാണ്. എങ്ങനെയായിരുന്നു ആ ഒരു അനുഭവം? അത് ഡയറക്ടർ തന്നെ രഞ്ജിത്ത് ലാൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഈ ഒരു പാട്ട് നിങ്ങൾ പാടിയല്ല, കാരണം ആ ഫീൽ ഉൾക്കൊണ്ട് പാടാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യാൻ ഒരു പ്രൊഡ്യൂസർ ഉണ്ടാവണം. എപ്പോഴും ഒരു നിർമ്മാതാവ് എന്ന് പറയുന്ന ഒരു മാതാവാണ്.
ജന്മം നൽകുന്ന ഒരാളാണ്. എൻ്റെ അടുത്ത് സിനിമയിൽ എന്താവണോ എന്നാണ് ആഗ്രഹം എന്ന് വെച്ചാൽ പ്രൊഡ്യൂസറിനെ പറയുള്ളൂ. കാരണം നല്ല സിനിമകൾ ചെയ്യാമല്ലോ. ഡയറക്ടറാണെങ്കിൽ ഒരു പ്രൊഡ്യൂസറിൻ്റെ പിന്നാലെ നടക്കണം, നടനാണെങ്കിൽ ഡയറക്ടറിൻ്റെ പിന്നാലെ നടക്കണം, ഒരു അസിസ്റ്റൻ്റ് ആണെങ്കിൽ വേറൊരു ഡയറക്ടറിൻ്റെ പിന്നാലെ നടക്കണം, ക്യാമറമാന് ചീഫ് ക്യാമറമാൻ്റെ പിന്നാലെ നടക്കണം. കാശുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ ഒരു നിർമ്മാതാവില്ലെങ്കിൽ, ആ ഒരു മാതാവില്ലെങ്കിൽ സിനിമയില്ല. അപ്പോൾ ആ പ്രൊഡ്യൂസർ ഒരു സിനിമയിലാണ് ഒരു പാട്ട് പാടണമെന്ന് ഓർക്കണം. ഇത് മറ്റൊരു പാട്ട് പഠിക്കുന്നത് സിത്താരയാണ്, ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ആളാണ്. നല്ല പാട്ടുമാണ്. അപ്പോൾ രണ്ടറ്റത്തുള്ള ആൾക്കാർ വെച്ചിട്ടാണ് പരീക്ഷണം നടത്തുന്നത്. അപ്പോൾ ജലീൽ എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസർ ധൈര്യപൂർവ്വം സിനിമ ചെയ്യാൻ, എൻ്റെ മുഖം കാണിച്ച് എൻ്റെ ശബ്ദം കേൾപ്പിക്കാൻ തയ്യാറായതുകൊണ്ടാണ് ഈ സിനിമ ഉണ്ടായത്. അപ്പോൾ പാട്ട് എൻ്റെ അടുത്ത് ഡയറക്ടർ പറഞ്ഞു, ഇത് പാടിയാൽ ഒരു പിതാവിൻ്റെ വേദനയാണ്, അത് കരഞ്ഞ് തന്നെ പാടണം, ആ ഫീൽ ഉൾക്കൊണ്ട് പാടണം. അപ്പം ഞാൻ ഈ സിനിമ നടക്കുമ്പോഴൊക്കെ ആ ഒരു സൈക്കോ, ആ ഭ്രാന്തിലായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ നടക്കാൻ. കണ്ണൂർ ഞാൻ വെള്ളമടിച്ച് അങ്ങനെ നടക്കാനല്ല ഉദ്ദേശിച്ചത്. അതായത് ഇപ്പോൾ ചില കഥാപാത്രങ്ങളൊക്കെ കുറേ നടന്മാരും നടിമാരും പറഞ്ഞിട്ടുണ്ട്, ചില കഥാപാത്രങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളിൽ നിന്നും വിട്ടുപോകാത്ത ഒരു ഫീല് വിട്ടൊക്കെ പോയി. കൃത്യം കാശ് വന്നപ്പോൾ അത് വിട്ടങ്ങോട്ട് പോയി, അടുത്തതിലേക്ക് പോകണ്ടേ. നമുക്ക് വിട്ടുപോയില്ലെങ്കിൽ അടുത്ത പടം ഇന്റർവ്യൂല് പറയണം, ഇനി അതിന്റെ പേരിൽ ഒരു കാര്യം അവർ കൃത്യം കാശ് കൊടുത്തിട്ടുണ്ട് ഈ സിനിമ. ആ കൃത്യം കാശ് വന്നിട്ടുണ്ട്, കൂടുതൽ വന്നിട്ടുണ്ട്. അത് കൊള്ളാലോ. അപ്പൊ ആ പ്രൊഡ്യൂസറിനെ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ കൂടുതൽ പൈസ കൊടുക്കുന്ന ആളാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു പടം ചെയ്തിട്ട് അങ്ങനെ ഒരു വർഷം അങ്ങനെ നിൽക്കാൻ പറ്റില്ല, അടുത്തതിലേക്ക് പോകണം. മനസ്സിലായില്ലേ? കാര്യം എന്താണെന്നറിയാലോ, ലോൺ അടക്കണം. അതുകൊണ്ട് ആ ക്യാരക്ടറാണ് എൻ്റെ മനസ്സിൽ എന്ന് പറഞ്ഞാൽ അടുത്ത പടത്തിൽ ചെന്നിട്ട് അതേ ക്യാരക്ടർ ചെയ്ത് ഓടിച്ചിട്ട് തന്നെ. അല്ലെ, നമ്മുടെ ഉള്ളിൽ എന്തായാലും ഇപ്പൊ ഈ കഥാപാത്രത്തിന്റെ എന്തെങ്കിലും ഒരു അംശം ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു. ഒന്ന് ഞാൻ പറയും, ഇപ്പൊ ഇന്ത്യൻ റുപ്പി എന്ന് പറഞ്ഞ സിനിമ ചെയ്യുമ്പോൾ തേച്ച ഷർട്ടും അതിട്ട് അതെൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഇതാണ്, ചേഷ്ടകൾ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എപ്പോഴും ഇങ്ങനെ നടക്കണം. ഇതിലെന്ന് പറഞ്ഞാൽ കൂറയാണ്, അതുകൊണ്ട് ഫ്രീ ആണ്. നമ്മൾ എവിടെയെങ്കിലും പോയി ഇരിക്കാം, എവിടെയെങ്കിലും പോയി. ഇതിൽ കംപ്ലീറ്റ് വലിയും കൂടിയൊക്കെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ ചെയ്യാമെന്നുള്ളതല്ല അർത്ഥമാക്കുന്നത്. അതിലൂടെ ഉണ്ടാവുന്ന വിപത്താണ് ഇതിലൂടെ മനസ്സിലാക്കുന്നത്. എന്തായാലും പാട്ടിനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് രണ്ടുപേരി പാടാതെ പോകാൻ പറ്റും. പാടുന്നതിന് കുഴപ്പമില്ല, പക്ഷെ അത് ഭയങ്കര റേഞ്ചുള്ള പാട്ടാണ്. ഞാൻ ആദ്യത്തെ രണ്ടുപേരി പാടിയേ പറ്റൂ. ഇത് ആദ്യം എനിക്ക് പാട്ട് അയച്ചു തന്നു, എൻ്റെ ട്യൂൺ അയച്ചു തന്നു. അതിൻ്റെ പിന്നിലൊരു ചരിത്രമുണ്ട് കേട്ടോ. അതും ഭയങ്കര ഒരു അതൊരു സിനിമയാണ് ശരിക്കും. അപ്പോൾ ഈ പാട്ട് ഭയങ്കര റേഞ്ചിലുള്ളതാണ്. അപ്പോൾ വീട്ടിൽ ഇത് ആദ്യം പ്രാക്ടീസ് ചെയ്യണമല്ലോ. പ്രാക്ടീസ് ചെയ്തിട്ടാണല്ലോ സ്റ്റുഡിയോ പോകേണ്ടത്. അപ്പോൾ വീട്ടിലൊരു പൂച്ചയുണ്ട്, എന്ത് കേട്ടാലും പേടിക്കാത്ത പൂച്ചയാണ്. ഞാൻ ഈ പാട്ട് അങ്ങോട്ട് പാടിയിട്ട് വീടിൻ്റെ മുകളിലേക്ക് പോയിട്ട് 2 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വന്നത്. അത്ര റേഞ്ചുള്ള പാട്ടാണ്. അപ്പോൾ വൈഫ് പറയും, ദയവേത് അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പെറ്റായിട്ടുള്ളതാണ്. ഇത് വിളിച്ചിട്ട് വന്നില്ല, എന്നെ കാണുമ്പോൾ ഇങ്ങനെ പേടിച്ചിട്ടാണ് നോക്കണത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതോ വേറെ ആളെ അത്രയും ദിവസം എൻ്റെ അടുത്ത് വന്നിരുന്ന പൂച്ച എൻ്റെ അടുത്തായിട്ട് അടുക്കുന്നില്ല, അത്ര റേഞ്ചാണത്. അപ്പോൾ അങ്ങനെ കീറി പൊളിച്ച് പാടാൻ പറ്റൂല ഇവിടെ. ആ ഓക്കെ, എന്നാൽ 2 വരി പാടാം. ഇത് ശരിക്കും ഒരു താരാട്ട് പാട്ട് തന്നെയാണ്. എൻ്റെ പൊന്നല്ലേ നീ അച്ഛൻ്റെ പൊന്നല്ലേ, പൊന്നുമോളല്ലേ നീ എൻ്റെ തങ്കക്കൂടമല്ലേ. പൊന്നിനാണ് പുകഴ്ത്തുന്ന വെച്ചിട്ട് അതേന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ പാട്ടിൻ്റെ പിന്നിലെന്ന് പറഞ്ഞാൽ ഈ സക്രിയ ബക്കളം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇന്നില്ല, ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിന് കേൾക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായില്ല. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ഒരിക്കൽ സിനിമയിൽ ഒരു പാട്ട് വരിക എന്നുള്ളത്. അദ്ദേഹം കണ്ണൂർ പോലത്തെ ഒരു കണ്ണൂർ വലിയ സ്ഥലമാണ്, പക്ഷേ ഒരു ചെറിയൊരു ഗ്രാമത്തിൽ ചെറിയ കൊയറും അങ്ങനെയുള്ള പരിപാടികൾ, നാടകത്തിനൊക്കെ മ്യൂസിക് ചെയ്തുകൊണ്ട് നടന്ന ഒരാളാണ്. അപ്പോൾ ഇതിൻ്റെ ഡയറക്ടറായിട്ടുള്ള രഞ്ജിത്ത് ലാലിൻ്റെ വീട്ടിലൊക്കെ താമസിച്ചിട്ട് ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് ഒരു നടനായിരുന്നു, ബെസ്റ്റ് ആക്ടറായിരുന്നു. അപ്പോൾ എനിക്ക് അഭിനയം അധികം മനസ്സിലായില്ല, ട്രെയിനിങ് തരാൻ എനിക്ക് ഒരാളുണ്ടായിരുന്നു, എങ്ങനെ അഭിനയിച്ച് കാണിച്ചു തരുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കടൽ തീരത്തെന്ന് പറഞ്ഞൊരു നാടകത്തിന് വേണ്ടി കമ്പോസ് ചെയ്തൊരു പാട്ട് ആദ്യമായിട്ട് പുറത്തേക്ക് ജനങ്ങളറിയാണ്. അതൊരു വലിയ പുണ്യമാണ്. കാരണം ഞാനൊക്കെ ആഗ്രഹം കൊണ്ട് സിനിമയിലെത്തുന്നതും ആഗ്രഹം കൊണ്ട് പാട്ട് പാടുന്നതാണ്. യഥാർത്ഥത്തിൽ റോ ആയിട്ടുള്ള കുറേ കലാകാരന്മാർ അറിയപ്പെടാതെ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ കോമഡി ഉത്സവത്തിലൊക്കെ ഒരുപാട് കൈപിടിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ സിനിമയിൽ എത്തിയപ്പോൾ തന്നെ എനിക്ക് ആ ഒരു വാക്ക് കിട്ടിയിരുന്നു. അത് പ്രാഞ്ചിയേട്ടിൽ പറയുന്നുണ്ട്, സ്വർണം കൊണ്ട് ഗോപുരം പണിയുന്നവരല്ല, ഒരാൾ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്നവനാണ് പുണ്യം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ രഞ്ജിത്ത് എന്ന് പറഞ്ഞാൽ അതിലെ സംവിധായകൻ്റെ അടുത്ത് ചോദിച്ചു, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വാക്ക് എഴുതിയത്. അപ്പോൾ പറഞ്ഞു, ദൈവത്തിന് അമ്പലവും പള്ളിയൊക്കെ ആവശ്യത്തിനുണ്ട്, വീണ്ടും പള്ളിയും ഇതൊന്നും ദൈവത്തിന് വേണ്ട, ദൈവം വീടില്ലാതെ ജീവിക്കണമല്ലോ, ദൈവം നമുക്ക് വീട് വെച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ ഒരാളെ കൈപിടിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് പുണ്യം എന്ന് പറഞ്ഞു. അപ്പോൾ സിനിമയിലാണോ ഞാൻ പ്രവർത്തിക്കുന്ന മേഖലയിൽ അത് ഈ ഡയറക്ടർ ചെയ്തിട്ടുണ്ട്, അത് ഏറ്റവും വലിയ പുണ്യമാണ്. കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ ലോകത്തിൽ തന്നെ 90% ആൾക്കാരും ആഗ്രഹിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സിനിമ. അത് ഏത് ഭാഷ ആയിക്കോട്ടെ, ഏത് രാജ്യത്തായിക്കോട്ടെ. കാരണം എല്ലാവർക്കും ഒരു സിനിമയിലെങ്കിലും അല്ലേ മുഖം കാണിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ള, അല്ലെങ്കിൽ നമ്മൾ തന്നെ എല്ലാവരും. അപ്പം അങ്ങനെ ഒരു ഭാഗ്യമാണ് അല്ലേ ടിനി ചേട്ടാ? അത് ഭയങ്കര ഭാഗ്യം മാത്രമല്ല, നന്നായിട്ട് ഇപ്പോൾ ആദ്യത്തെ ഒരു ഗാനം സിത്താരയാണ് പാടിയിരിക്കുന്നത്.
റെയ്ഷ് മെർലിനാണെന്ന് പറഞ്ഞ പയ്യനാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതും മഞ്ജുവിനെ ഞാൻ കേൾപ്പിച്ചു, മഞ്ജു വാര്യരെ കേൾപ്പിച്ചു. എന്നിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ അത് നല്ലതാണെങ്കിൽ മാത്രം ചെയ്യാന്ന് പറഞ്ഞ് ഇപ്പോഴും കിടക്കുന്നത് അതാണ്, ഫസ്റ്റ് കിടക്കുന്നത് മഞ്ജുവിന്റെ അത്രയ്ക്ക് ഇഷ്ടമായി. ഇപ്പൊ ഇതിലൊരു അച്ഛനും മകളും തമ്മിലുള്ള ഒരു ആ പാട്ടിൽ നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. ഈ സിനിമയും അതിനെ ബേസ് ചെയ്ത് തന്നെ ഒരു കഥയാണെന്ന് വിചാരിക്കുന്നു. കാരണം നിങ്ങളിപ്പോ പറഞ്ഞ പോലെ തന്നെ ട്രെയിലർ നമ്മൾ അധികം കാര്യങ്ങൾ കണ്ടിട്ടില്ല, ഭയങ്കര സസ്പെൻസ് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പം ചേട്ടന് മകനാണുള്ളത്. എങ്ങനെയായിരുന്നു ഈ ഒരു അഭിനയത്തിൽ ആ മകളുമായിട്ടുള്ളൊരു? എൻ്റെ മകൻ എന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണം തിരിച്ചു പറയുന്നതാണ്. വീട്ടിൽ വിളിക്കുന്ന അല്ല, ഞാൻ ഇവനൊക്കെ പ്രോഗ്രാമിന് കൊണ്ടുപോയിരുന്നു. ഒരു സ്ഥലത്തേ കൊണ്ടുപോയുള്ളൂ. അവിടെ പോയി ഫ്രണ്ടിലിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ ട്രോളുന്ന അവനാണ്. അവിടെ ഒരു സംഭവം അവതരിപ്പിച്ചപ്പോൾ ഇത് തന്നെയല്ലേ മറ്റേ സ്റ്റേജിൽ അവതരിപ്പിച്ചത്, ഫ്രണ്ടിൽ എന്ന് പറയാ. ഞാൻ പറഞ്ഞു ജീവിതത്തിൽ നീ വരണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ഫീലിലല്ല ഈ കൊച്ചിന്. എന്തായാലും കുട്ടികളെന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഭയങ്കരമായി, എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. ഏത് ദുഷ്ടനാണ്, ഏത് ക്രിമിനലാണെങ്കിലും കയ്യിലൊരു കുഞ്ഞിനെ കിട്ടാൻ നിർമ്മലനായി പോവില്ലേ. അപ്പോൾ അത് എൻ്റെ മോനെ കുഞ്ഞിലെ വളർത്തി പെട്ടെന്ന് എനിക്ക് ആ കുട്ടിക്കാലം നഷ്ടപ്പെട്ടു പോയി. ഇപ്പം മീശയൊക്കെ വെച്ചിട്ട് എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ തോന്നിയത്. പക്ഷെ എല്ലാവരിലും ആ അച്ഛൻ കിടപ്പുണ്ടോ പഴയ. അതും നമ്മളിത് ഷൂട്ട് ചെയ്യുമ്പോഴും ആ വേറൊന്നും പോകുന്നില്ലല്ലോ, അവിടെ തന്നെ നിൽക്കുമ്പോൾ ഒരു മകളോടുള്ള വാത്സല്യം ആ കൊച്ചിൻ്റെ ഇതും ഫീൽ ചെയ്ത് പാടാൻ പറ്റി. ഇതും ഈ പാട്ട് ഇതുപോലെ തന്നെ വിനീത് ശ്രീനിവാസനാണ് അയച്ചു കൊടുത്തത്. അപ്പോൾ കാരണം ഒരു സിനിമാ താരമാണെങ്കിൽ അത്ര സെൻസ് ചെയ്യൂല ഒരു പാട്ട്. വിനീത് എന്ന് പറഞ്ഞാൽ വിനീതിന്റെ സിനിമകൾ മാത്രം പ്രൊമോട്ട് ചെയ്യുന്നതും അദ്ദേഹത്തിൻ്റെതായ ലോകത്ത് ജീവിക്കുന്ന ആൾ, അറിയാലോ. അപ്പം ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നത് തന്നെ വളരെ വിരളമായിട്ടാണ്. അതെ, വിനീതിനെ ഭയങ്കര പാടാണ് റീച്ച് ചെയ്യാൻ നോർമലി എല്ലാവരും പറയാറുണ്ട്. അപ്പൊ ഇപ്പൊ ധ്യാനെ ഞാൻ അടുത്ത് കാണിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു അനിയന്റെ പടം പോലും പ്രൊമോട്ട് ചെയ്യാറില്ല പുള്ളി. അപ്പൊ ധ്യാനം ഞാൻ കൂടി അഭിനയിച്ചപ്പോൾ ചേട്ടനാണ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി ആണോ, വിശ്വസിക്കാൻ പറ്റുള്ള. വിനീതിൻ്റെ പേജിൽ ഫസ്റ്റ് കിടക്കുന്നത് ഞാൻ പാടിയ പാട്ടാണ്. അപ്പോൾ അതൊക്കെ അപ്പോൾ തന്നെ എനിക്ക് വലിയ അവാർഡ് കിട്ടിയതിന് തുല്യമാണ്. അല്ലേ, കാരണം ഉറപ്പായിട്ടും അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക്, ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുന്നതിന് മുന്നേ ആ പാട്ട് കേട്ട് കണ്ടിട്ടാണല്ലോ നമ്മൾ വരിക. അപ്പോൾ ഭയങ്കര ഒരു ഫീൽ, ഇപ്പം എനിക്കും കുട്ടികളുണ്ട്, അപ്പോൾ നമുക്ക് ആ ഒരു നമുക്കത് ഫീൽ ചെയ്യുന്ന പോലെ അത്ര മനോഹരം. അതുപോലെ സിത്തു പാടിയ പാട്ടും ഭയങ്കര നല്ല രണ്ട് പാട്ടുകളാണ്. അപ്പോൾ ട്രെയിലറിന് വേണ്ടിയും സിനിമയിലെ നിങ്ങൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് അത് എന്താണെന്നറിയാൻ നമ്മളും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇപ്പോൾ അപ്പൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കാൻ, അപ്പം വക്കീലാവാൻ വേണ്ടി വിട്ട ആളാണ് അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഞാൻ ഇനിയിപ്പോൾ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ച് സിനിമയിലേക്ക് അല്ലെങ്കിൽ മിമിക്രിയിലേക്ക് എന്ന് പറഞ്ഞാൽ ആ അമേരിക്കൻ ട്രിപ്പിനെ എങ്ങനെ കൺവിൻസ് ചെയ്തു അപ്പച്ചനെ എന്ന്? ആദ്യം ഞാൻ അപ്പനെ കൊണ്ടുപോയി മോഹൻലാലിനെ കാണിച്ചു കൊടുത്തപ്പോൾ ഞെട്ടിപ്പോയി. വൈറ്റ് ഫോർട്ട് എന്ന് പറഞ്ഞ ഹോട്ടലിലാണ്. അവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ അപ്പോൾ ആ സമയത്ത് സെമസ്റ്ററാണ്, എക്സാമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ് കണ്ട ഇതിനി കിട്ടുമോ, മറ്റത് ഇവിടെ എപ്പോഴും ഉണ്ട്, എത്ര വക്കീലന്മാരുണ്ട്, ഈ ഒരു ഭാഗ്യം എനിക്ക് കിട്ടില്ല. പ്രിയദർശൻ സാറ്, ലാലേട്ടൻ, നഗ്മ, ശോഭന, അതിലാകെ ഈ അറ്റത്തുള്ള ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് സെലക്ഷൻ കിട്ടിയതാണ് അതിലേക്ക്. രാജീവ് കുമാർ സാറ്, അങ്ങനെ ഒരുപാട് പേര് അവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞ് ഈ ഒരു ചാൻസ് മിസ് ചെയ്താൽ നടക്കില്ല. ഇതിന് പോയി. പിന്നീട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫുട്ബോളിൽ IM വിജയനും അമ്മ മെമ്പേഴ്സും തമ്മിൽ ഒരു മത്സരം അടുത്ത സെമ്മ് വന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഇതിൽ കമൻട്രി പറയാൻ എനിക്ക് ചാൻസ് കിട്ടിയിരിക്കുകയാണ്, ഇതിന് ചാൻസ് കിട്ടുമോ? അപ്പം പറഞ്ഞു എന്തെങ്കിലും ആവുമെന്ന് പറഞ്ഞു. അപ്പം പഠിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ഒരാൾ. അവസാനം ഞാൻ പറഞ്ഞ് അപ്പം ഞാൻ വക്കീലാവണമെന്നാണ് ആഗ്രഹിച്ചത്, പക്ഷേ ഇപ്പം ഞാൻ ജഡ്ജായില്ലേ എന്ന് വെച്ചപ്പോൾ ഇങ്ങനെ നോക്കി, അല്ല കോമഡി ഷോൻ്റെ അത് ഞാൻ പറയാറുണ്ട് തമാശ രൂപമാണ്. പക്ഷേ അദ്ദേഹത്തിന് തൃപ്തനല്ലായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി ഇപ്പോൾ 4-5 വർഷം മുമ്പ്. പക്ഷേ അപ്പോഴും പുള്ളി ഞാൻ സേഫാണോ എന്നുള്ള സംശയത്തിലായിരുന്നു. പുള്ളി അക്കാഡമിക്കലായിട്ട് വരണം. എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെയാണ്. അപ്പം ബോർഡൊക്കെ അടിച്ച് വെച്ച് വീട്ടിൽ. സിസ്റ്റർ ഡോക്ടറാണ്. അപ്പോൾ ഡോക്ടർ ടിൻസി ടോം, അഡ്വക്കേറ്റ് ടിനി ടോം എന്ന്. പാവം അത് പൂർത്തിയാക്കാണ്ടാണ് പോയത്. എന്നാലും ഞാൻ സേഫാണെന്ന് അദ്ദേഹത്തിൻ്റെ ആത്മാവ് വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പം അങ്ങനെ ഇപ്പോൾ അക്കാഡമിക്കലി പോകണം എന്ന് ആഗ്രഹിച്ച അപ്പനുള്ള അങ്ങനെ ഒരു രീതിയിലാണ്. പക്ഷേ എന്നിട്ടും മകൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി അല്ലേ വിട്ടു തന്നു. അപ്പോൾ ടിനിച്ചേട്ടൻ എങ്ങനെയുള്ള ഒരു അച്ഛനാണ്? അല്ല, ഞാൻ എൻ്റെ മകനോട് പറയുന്നതിനൊരു പരിധിയുണ്ട്. കാരണം തിരിച്ചു ചോദിക്കുക, അപ്പം നിങ്ങളോ അല്ലെങ്കിൽ എന്നെ ടിനിയെന്നാ വിളിക്കണം എൻ്റെ മകൻ. രണ്ടുപേരെ അല്ലേ? എനിക്കൊന്ന് അമ്മേനെയും പേരാ വിളിക്കുന്നത്. ഇതെല്ലാം അറിഞ്ഞിട്ടാണ് വന്നേക്കുന്നത്. പിന്നെ എന്തിനാ ഇൻ്റർവ്യൂ? അറിയണ്ടേ നിങ്ങളെ പോലൊക്കെ ആൾക്കാരെ, അതും ടിനിച്ചേട്ടനെ. ഞാൻ ആരുടെ മുന്നിലാണ് വന്നിരിക്കുന്നത്? അല്ല, പക്ഷേ എന്താന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിൽ ആദ്യ കല്യാണ വിളിയും ആദ്യ മാമോദീസൊക്കെ വിളിക്കുന്നത് ഇപ്പം എന്നെയാണ്. സെലിബ്രിറ്റിയാണ് നമ്മുടെ കുടുംബത്തിൽ. ഇങ്ങനെ ഒരു എംബ്ലം വന്നിട്ടില്ല. അപ്പോൾ അതിൽ പിന്നെ എൻ്റെ അമ്മയുടെ അനിയന്മാരാണ് ബേണി ഇഗ്നീഷ്യസ് മ്യൂസിക്കിൽ. അവരാണ് എന്നെ ആദ്യം പാടിച്ചിട്ടുള്ളത് കേട്ടോ, ചെറിയ ചെറിയ പരിപാടികളൊക്കെ. അപ്പം തലതൊട്ടപ്പന്മാർ നല്ല അത്രയും കഴിവുള്ള ആൾക്കാരുടെ അടുത്തുനിന്ന് വന്നതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് കഴിവില്ല എന്നാണ്. കഴിവുള്ളവരുണ്ട്, കഴിവില്ലാത്തവരുണ്ട്. കഴിവുള്ളവരാണല്ലോ മറ്റൊരു കഴിവുള്ള ഒരാളെ കണ്ടുപിടിച്ചത്. അപ്പോൾ നമ്മൾ എത്രയോ വർഷമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് തന്നെ ഈ ആഗ്രഹം കൊണ്ടും ഹാർഡ് വർക്കും കൊണ്ടും
നമ്മളൊക്കെ ഒരുപാട് ഇപ്പോൾ സൈബറിലാണെങ്കിൽ ഇതൊക്കെ ആക്രമിക്കണതൊക്കെ അറിയാലോ, പക്ഷെ അതൊന്നും തന്നെ ഏൽക്കാത്തതൊരു കാവൽമാലാകെ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ്. പിന്നെ എന്ത് ചെയ്താലും ഒരു നന്മ വരാറുണ്ട് അതിന് ഏതെങ്കിലും വിധത്തിൽ. ഇപ്പോൾ ആദ്യം ഞാൻ ചെയ്തൊരു സിനിമയുടെ ഹൗസ്ഫുൾ എന്ന് പറഞ്ഞൊരു സിനിമ, 4 കുട്ടികളുള്ളത്, ജ്യോതിർമയായിരുന്നു. അപ്പോൾ ജ്യോതിർമയി ഇപ്പോൾ 2ാമത് അമൽ നീരദിൻ്റെ പടത്തിൽ ആ സിനിമ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ആ സിനിമയും ഇതുപോലെ തന്നെ റിപ്പീറ്റഡ് വാച്ചാണ്. ചാനലിൽ 4 കുട്ടികളുടെ അപ്പൻ എന്ന് പറഞ്ഞാൽ അതിലും അപ്പനായിരുന്നു. അപ്പോൾ ഈ അച്ഛൻ്റെ ഫീലാണല്ലോ ചോദിച്ചത്. എങ്ങനെയുള്ള ഒരു അപ്പനാണെന്ന് ജീവിതത്തിൽ സുഹൃത്ത്, മകനോട് സുഹൃത്തായിരിക്കണം എന്നുള്ള ഇതാണ്. കമ്പനിയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും സംബന്ധിച്ചാൽ. ഏറ്റവും ഇന്ന് ഇറങ്ങിയിരിക്കുന്ന മ്യൂസിക് എന്താണ്, അവൻ കേരളം എന്ന് പറയുന്ന ഇട്ട വട്ടത്തിൽ മാത്രമല്ല, അവൻ ലോകം മുഴുവൻ അറിയാവുന്ന സംഗീതം എന്താണെന്ന് അറിയാവുന്ന സിനിമ. അപ്പോൾ അതിൻ്റെയൊക്കെ ഇൻഫോർമേഷൻ കിട്ടുന്നത് എൻ്റെ മകനിൽ നിന്നാണ്. ഏറ്റവും പുതിയ സിനിമകൾ എന്താണ്, ഏറ്റവും പുതിയ ടെക്നോളജി, ആനിമേഷൻ ഗ്രാഫിക്സാണ്. പുതിയ ടെക്നോളജിയിൽ ഇറങ്ങിയിരിക്കുന്ന സിനിമ എന്താണ്, CGയുടെയൊക്കെ ആദ്യത്തെ കാര്യങ്ങൾ പറഞ്ഞു തന്നെ എനിക്കതാണ്. AI-യുടെ ആദ്യത്തെ, അതായത് ഒരു AI കൊണ്ടൊരു മരിച്ചുപോയ നടനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നത് എങ്ങനെയാണ്, അതൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അവനിൽ നിന്നാണ്. അപ്പോൾ ഒരച്ഛൻ എന്ന നിലയിൽ ഇപ്പോൾ മകനായിട്ടാണ് ജീവിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ മക്കളായി മാറും നമ്മൾ. ഇപ്പോൾ ടിൻചേട്ടൻ തന്നെ പറഞ്ഞല്ലോ, ഇത്രയും നാൾ നിൽക്കാൻ പറ്റുക എന്നുള്ളത് തന്നെ. കാരണം സിനിമയിലേക്കുള്ള കടന്നുവരവ് ഇപ്പം മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു, കുറേ പേരോട് പരിചയം ഉണ്ടെങ്കിൽ കൂടി അത് എത്രമാത്രം സ്ട്രഗിൾ ഉണ്ടായിരുന്നു ആ സമയത്ത്? സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ ഞാൻ എൻജോയ് ചെയ്യുന്ന സ്ട്രഗിളാണത്. കലയ്ക്ക് വേണ്ടി ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ടാവും. ഇപ്പോൾ കാസർഗോഡൊക്കെ ബസ്സിലൊക്കെ കയറി പ്രോഗ്രാമിന് പോയിട്ടുണ്ട്. അപ്പോൾ ചില സമയത്ത് 10 പൈസ കയ്യിൽ ബസ് കാശ് മാത്രമായിട്ടായിരിക്കും പോകുന്നത്. അവിടുന്ന് പരിപാടി കിട്ടിയിട്ട് വേണം. കാരണം വീട്ടിൽ പറഞ്ഞേക്കണ ഭയങ്കര ലക്ഷറി ജീവിതം എന്നൊക്കെയാണ് അവരുടെ വിശ്വാസം. വീട്ടിൽ മര്യാദക്ക് നിന്ന് പഠിച്ചു പോകണമെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ കലയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ എന്തായാലും നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ബുദ്ധിമുട്ടുണ്ട്, ഒരു മാനസിക വിഷമം അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് കിട്ടിയതുപോലെ. കാരണം പുറത്ത് നിന്നാണ് ഈ സിനിമാക്കാരെയൊക്കെ കണ്ടിട്ടുള്ളത്. ലാലേട്ടൻ ഞാൻ കളസൂട്ട് കിടക്കുമ്പോൾ എൻ്റെ സ്കൂൾ സെയിൻറ്റ് ആൽബർട്ട്സിൽ ഷൂട്ടിങ്ങിന് വരുമ്പോൾ ദൂരെ നിന്ന് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. പിന്നീട് ആഗ്രഹിച്ച് സിനിമയിലെത്തുകയും പിന്നീട് അമ്മ എന്ന് പറഞ്ഞ സംഘടനയില്ലേ, 500 പേരിൽ 17 പേരിൽ ഒരാളായി മാറുകയും എത്ര അടുത്ത് ലാലേട്ടനായിട്ട് മീറ്റിങ്ങിന് ഇരിക്കുമ്പോൾ ഞാൻ സംശയിക്കും ലാലേട്ടൻ തന്നെയാണ്. കാരണം ഇത് സ്ഫടികമൊക്കെ കാണുമ്പോൾ എൻ്റെ സ്വപ്നത്തിൽ പോലും ഇല്ല ഇനി അടുത്തൊക്കെ ഇരിക്കാൻ പറ്റുമെന്ന്. ഇതുപോലെ തന്നെ മമ്മൂക്കയാണ് എന്നെ സിനിമയിൽ ഒരു സ്പേസ് തന്നതെന്ന് പറഞ്ഞു. അദ്ദേഹം എന്നെ വിളിക്കുകയും പ്രാഞ്ചിയേട്ടനിൽ അഭിനയിക്കുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ പെറ്റെന്ന് പറഞ്ഞ് ആവാൻ സാധിച്ചിട്ടുണ്ട് എനിക്ക്. ഇപ്പോഴും മെസ്സേജ് ഇട്ടാലും തിരിച്ച് മെസ്സേജ് ഇടുകയും. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നിന്ന് പറയുന്ന ആൾക്കാർ ഇപ്പോൾ അജി മുത്താത്തി എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ഇതുണ്ട്. അദ്ദേഹമാണ് ഇതാര് ഷെയർ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്നാണ് വിളിച്ച് പറയുന്നത് മഞ്ജു വാര്യർ കിട്ടുമോ, ഇവർ നിസ്സാരമായിട്ടാണ് പറയണത്. മഞ്ജു വാര്യരുടെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്ന 1-2 ആഴ്ച പിന്നാലെ നടക്കണം. ഇത് നമ്മളൊറ്റ കോളിലാണ് ഇവർ ചെയ്യുന്നത്. പിന്നെ വിനീതിനെ ആർക്കും കിട്ടൂല കേട്ടോ, മലയാള സിനിമയിലുള്ളവർക്ക് പോലും കിട്ടൂല. അതും ഒരൊറ്റ കോളിലാണ് നടക്കുന്നത്. അപ്പോൾ അവിടെയാണ് ഞാൻ അവിടം വരെ വളർന്നല്ലോ എന്നുള്ള ദൈവത്തിന് നന്ദി പറയുന്നത്. അപ്പോൾ എല്ലാം ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ നീങ്ങുന്നത്. കാരണം ആഗ്രഹം ഞാൻ പറയാൻ അവിടെ മാത്രമേ ഉള്ളൂ. വേറെ ഞാൻ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ മകനല്ല, ഒരു സിനിമാ കുടുംബത്തിൽ നിന്നല്ല വരുന്നത്. അമ്പലപ്പറമ്പിൽ നിന്നും പള്ളിപ്പറമ്പിൽ നിന്നാണ് വരുന്നത് പരിപാടികൾ നടത്തിയിട്ട്. അവിടെ നിന്ന് നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ പൊന്നിയുടെ മുമ്പിൽ ഞാൻ ഇത്രയും സ്പേസ് കൈരളി എന്ന് പറഞ്ഞൊരു ചാനലിൽ അതിലൊക്കെ ചെറിയൊരു 1 മിനിറ്റ് കിട്ടാൻ കൊതിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം മുകളിൽ നിന്നുള്ള ഒരാളുടെ ബ്ലെസ്സിങ് തന്നെയാണ്. ഉറപ്പായിട്ടും. ഒപ്പം തന്നെ നമ്മുടെ അധ്വാനവും അല്ലേ, കഷ്ടപ്പാടും എല്ലാം അതിൻ്റെ പിന്നിലുണ്ട് അല്ലേ ജിൻചേട്ടൻ? 100%. അതാണ് ഞാനത് ലാലേട്ടനിൽ നിന്ന് പഠിച്ചത്. ലാലേട്ടൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിനോടൊപ്പം 6 മാസം ഉണ്ടായിരുന്നു ബിഗ് ബ്രദർ എന്ന സിനിമയിൽ. അതിൽ ഒരു ചായ കുടിക്കുകയാണെങ്കിൽ അതിൽ 100% ആയിരിക്കും പുള്ളി. സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഡേറ്റ് സ്ഫടികം എന്ന് പറഞ്ഞ സിനിമക്ക് 1 മാസം കൊടുത്തതെന്ന് പറയുന്നത്. പക്ഷെ 6 മാസം പുള്ളി അഭിനയിക്കേണ്ടി വന്നെന്ന്. സെയിം പേയ്മെൻറ്റിലാണ്. പുള്ളി അതൊന്നും ചിന്തിക്കില്ല. പിന്നെ പുള്ളി കാശ് കണ്ടിട്ട് തന്നെ നാൾ പറയുന്നുണ്ടാവും. കാരണം എല്ലാം ബാങ്കിൽ കൂടിയല്ലോ വേണ്ടത്. വേറെ ആൾ ടിങ്കട് പുള്ളി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളിയുടെ ശരീരത്തിന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന മാത്രം കുറച്ച് കാര്യങ്ങളുണ്ടാവും. ബാക്കിയെല്ലാം ഒന്നും അകത്തേക്കൊന്നും പോകുന്നില്ല, എല്ലാം കഴിക്കാൻ പറ്റുമോ. അപ്പോൾ അകത്തേക്ക് പോകുന്നത് ഭക്ഷണവും ഈ ഗുളികയും മാത്രമാണ്. ഇപ്പം മമ്മൂക്കയാണ് ലാലേട്ടനാണെങ്കിലും ഈ സമ്പാദിച്ച് വെച്ചിരിക്കുന്നത് അടുത്ത 10 തലമുറയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അവരൊക്കെ ഹാർഡ് വർക്ക് ചെയ്യുന്നത് ഈ കിട്ടുന്നതെല്ലാം ശരീരത്തിന് കിട്ടുന്ന സുഖമല്ല. അപ്പോൾ ശരിക്കും 100% നമ്മൾ ഈ വരുന്ന കാശ് പിന്നാലെ വന്നോളൂ എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നാലെയാണ് വന്നിട്ടുള്ളത്. കാശ് വേണമെന്നും പറഞ്ഞല്ല ഞാൻ പോയിട്ടുള്ളത്. മമ്മൂക്കയുടെ പെറ്റായി എന്ന് പറഞ്ഞല്ലോ, അതിനൊരു പ്രത്യേക കാരണം മമ്മൂക്കയുടെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ അടുത്തേക്ക് എടുക്കണമെങ്കിൽ അതുപോലെ തന്നെ കുറേ തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടല്ലേ. മമ്മൂക്കയുടെ ഫൈറ്റ് സീൻ വരുമ്പോൾ എല്ലാം ചെയ്യുന്ന അതുകൊണ്ടാണ് ഞാൻ അത് പറയാണ്ടിരുന്നത്. ഇവിടെ ട്രോള് ആൾക്കാർ അതെന്താണ് കുറച്ച് വിഭാഗം. ഇനിയൊരു ഇത്രയും പോസിറ്റീവായിട്ടുള്ള കാര്യം പറഞ്ഞത്, ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം പറയും. കുറച്ച് വിഭാഗം എന്ന് പറഞ്ഞാൽ ഒരാൾ നശിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ഒരു കലാരം വേദനിക്കണം, അവർ ഓവർപെയ്ഡാണെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ ഒരു കാലത്ത് എഴുന്നേറ്റിട്ട് അവരെ കുത്തുക, മനസ്സ് വേദനിപ്പിക്കുക,
അവർക്ക് ജീവിതത്തിൽ വേദനകളായിരിക്കും. അവരൊരു നിമിഷം ഇരുന്ന് ചിന്തിച്ചറിയാം അവരുടെ ജീവിതത്തിൽ സക്സസ് വരാത്തത്, അല്ലെങ്കിൽ അവരാ സമയം ക്രിയേറ്റിവിറ്റിയിൽ ഇപ്പോൾ എന്തൊക്കെ വ്ളോഗൊക്കെ ചെയ്ത് എത്രയോ പേര് ക്ലിക്കാവുന്ന കാശുണ്ടാക്കുന്നു. ആ വേസ്റ്റ് ഓഫ് ടൈമിൻ്റെ സമയത്ത് നമ്മൾ കുറച്ച് നമ്മുടേതായ ക്രിയേറ്റിവിറ്റിക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ, മറ്റുള്ളവരെ കുറ്റം പറയാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാവില്ല. അതൊക്കെ നമ്മൾ അവരെ ഒരാൾ ഉപദ്രവിക്കുക വേദനിപ്പിക്കുക എന്ന് പറയുന്നവന് അവൻ്റെ ജീവിതത്തിൽ അതേ തന്നെ വരുള്ളൂ. കർമ്മയാണത്. അത് നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ, പല കർമ്മവും നമ്മൾ കണ്ടു കഴിഞ്ഞില്ലേ. അപ്പം നമ്മൾ ജീവിതത്തിൽ നല്ലൊരു മനുഷ്യന് ഒരാളെ കാണുമ്പോൾ, ഇപ്പോൾ പൊന്നീനെ കാണുമ്പോൾ എനിക്ക് ഇപ്പം നെഗറ്റീവ് പറയുമല്ലോ എന്ന് പറയുമ്പോൾ നമുക്ക് വിഷമമായിരിക്കും. അപ്പോൾ കാണുമ്പോൾ തന്നെ ഇതെന്താണ് വെറുതെ എങ്കിലും സന്തോഷം നൽകുന്നു, നല്ല സുന്ദരിയായിട്ടിരിക്കുന്നല്ലോ എന്നൊരു സന്തോഷമല്ലേ. അല്ല അത് കാര്യം പറഞ്ഞു വെറുതെ പറഞ്ഞല്ല, നുണയാണെങ്കിലും അതൊരാൾക്ക് സന്തോഷം കൊടുക്കുന്നതാണ്. അല്ല ഞാൻ പറയും ഇപ്പോൾ ഇത് സത്യമാണ്, പക്ഷെ നുണയാണെങ്കിലും അല്ല സന്തോഷം കൊടുക്കുന്ന കാര്യങ്ങൾ പറയുക. കാണുമ്പോൾ തന്നെ ഇതെന്താ വണ്ണം വെച്ചു പോയല്ല. ഇപ്പൊ പൊളിറ്റിക്കൽ കറൻസ് കൂടുതലാണ്. അതെ ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു. കാരണം നിങ്ങളൊക്കെ വന്ന കാലഘട്ടത്തിൽ തമാശ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തും പറയാം എന്നായിരുന്നു അല്ലേ. പക്ഷെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഹാസ്യം അല്ലെങ്കിൽ തമാശ എന്ന് പറയുന്നത് ഭയങ്കര കുറഞ്ഞതായിട്ട് തോന്നിയിട്ടുണ്ടോ ടിനി ചേട്ടൻ എപ്പോഴെങ്കിലും? അതെനിക്ക് മറ്റ് സിനിമയിൽ ഇതിൽ പറയാനുള്ളത്, ഇതിന് ഒരുപാട് ചിലപ്പോൾ വിമർശനങ്ങൾ വരുമായിരിക്കും. അപ്പോൾ ഒരാൾ ഇങ്ങനെ ഒരു കഥാപാത്രം ചെയ്യാമോ എന്നുള്ള ചോദ്യം വരുമായിരിക്കും. മത്തിലെ കഥാപാത്രം കണ്ടു കഴിയുമ്പോൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ കാലമാണല്ലോ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് തർക്കങ്ങളുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു. കാരണം ഇങ്ങനെ അതെന്താണ് ആ വിഷയം എന്നുള്ളത് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനെക്കുറിച്ച് ഒരുപാട് ഇങ്ങനൊരു കലാകാരൻ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇങ്ങനൊരു സംവിധായകൻ ഇങ്ങനൊരു പടം ചെയ്യാൻ പാടില്ല, ഇങ്ങനൊരു പ്രൊഡ്യൂസർ ഇതിനു വേണ്ടി കാശിറക്കിയിരിക്കുന്നു എന്ന് ചോദ്യം വരാം. സിനിമ കണ്ടാലേ മനസ്സിലാവുള്ളൂ എന്തുകൊണ്ട് അങ്ങനെ ആയി എന്നുള്ളത്. ഈ സമൂഹത്തിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണത്. അപ്പോൾ ഞാനും പക്രവും കൂടി ഒരു ഐറ്റം കളിച്ച് നീ എന്താടാ ഇങ്ങനെ കളിയാക്കി നോക്കിയാൽ പോലും ഇപ്പോൾ ബോഡി ഷേമിങ്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ പരിപാടികൾ ചെയ്യാറില്ല ഒരുമിച്ച്. കണ്ടിട്ടുണ്ടോ ഇപ്പോൾ കുറേ നാളായിട്ട്? അതാണ് ഞാൻ ചോദിച്ചത്. കാരണം നിങ്ങളുടെ ടോം ആൻഡ് ജെറി കോംബോ ഭയങ്കര ഹിറ്റ് ആയിരുന്നു ഒരു സമയത്ത് അല്ലേ. എനിക്കൊന്നും അതുപോലെ രമേശ് ചേട്ടനും ധർമ്മജനും ചെയ്യാറില്ല. അപ്പോൾ അവൻ അമ്പലവാസി, ഇവൻ താഴ്ന്ന എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കാത്ത രീതിയിലാണ്. പക്ഷേ ഇത് ഇത്രയും കാലം ഞാനിപ്പോൾ അങ്ങനെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ഒരു കറക്റ്റ്നെസ് നോക്കാതെ ചെയ്തിരിക്കുന്ന പടമാണിത്. ഇതിന് ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. ഞാൻ വിമർശനങ്ങളെ ഏറ്റുവാങ്ങാനും ഞാൻ തയ്യാറാണ്. പക്ഷെ ഒരു ആക്ടറിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു ചാൻസാണിത് പെർഫോം ചെയ്യാൻ. എല്ലാവർക്കും കിട്ടില്ല ഇങ്ങനത്തെ ഒരു റോള്, ഇത്ര റിസ്ക്കി ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് എടുത്തിട്ട് ചെയ്യണമെങ്കിൽ. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ക്ലാരിഫിക്കേഷനുണ്ട് സിനിമയിൽ. അപ്പോൾ അത് ഞാൻ പറഞ്ഞതാണ്. ഹാസ്യത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഇതിൽ ഹാസ്യം എന്ന് പറഞ്ഞൊരു സംഭവം അല്ല ഇത് റിയാലിറ്റിയാണ് ഇതിൻ്റെ അകത്ത് മുഴുവൻ വരുന്നത്. മിമിക്രി എന്ന് പറയുന്നത് വലിയ സ്ക്രീനിൽ വരുമ്പോൾ മറന്നു കളഞ്ഞേക്കണമെന്ന് പറഞ്ഞത് ആദ്യത്തെ രഞ്ജിത്തിൻ്റെ അടുത്ത് പറഞ്ഞത്. പിന്നീടും ഈ പുതിയ രഞ്ജിത്ത് ലാൽ എന്ന് പറയുന്ന സംവിധായകനും വന്നപ്പോഴും പറഞ്ഞത് ഇത് ടിനി ടോം ആയിരിക്കേ അങ്ങനെ പാടില്ല എല്ലായിടത്തും പറയും. പക്ഷേ ഇത് പൂർണ്ണമായിട്ടും എൻ്റെ നടപ്പിനോ എല്ലാത്തിനും ഒരു ഫുള്ള് ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പാട്ട് കാണുമ്പോൾ നമുക്ക് ആകെ കാണുന്നത് കുറച്ച് കാര്യങ്ങൾ. പാട്ട് കാണുമ്പോൾ മനസ്സിലാവുന്ന ഇതുവരെ കാണാത്തൊരു ടിനി ടോം, ഇത്രയും വികാര വിക്ഷോഭങ്ങളിലൂടെ കടന്നു പോകാത്ത അല്ലേ. എപ്പോഴും നമ്മൾ കാണുന്ന വെള്ളിമൂങ്ങയിലെ അല്ലെങ്കിൽ കുറച്ച് വില്ലൻ വേഷങ്ങൾ, പ്രാഞ്ചിയേട്ടൻ അങ്ങനത്തെ ഒരു കഥാപാത്രത്തിൽ തികച്ചും വ്യത്യസ്തനായ ഒരു ടിനി ടോമിനെയാണ് അല്ല ഒരു കഥാപാത്രത്തെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പം അത്രയും പ്രതീക്ഷകൾ ഈ മത്തിലുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം പറഞ്ഞല്ലോ പുതിയ പല ആൾക്കാരുടെ കടന്നുവരവിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ സിനിമയിൽ എത്രത്തോളം പുതുമുഖങ്ങൾക്ക് പ്രാധാന്യമുണ്ട്? പുതുമുഖങ്ങളുള്ളൂ എൻ്റെ അത്. പക്ഷേ ഇതിൽ പ്രധാന വേഷം ചെയ്യുന്നത് സഞ്ജയ് എന്ന് പറഞ്ഞ്, ഹരിഗോവിന്ദ് എന്ന് പറഞ്ഞ്, എനിക്ക് വേണമെങ്കിൽ പുതുമുഖം എന്ന് പറയാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ പല്ലാവൂർ ദേവനാരായണൻ കഴിഞ്ഞിട്ട് അദ്ദേഹം വരുന്നത് ഇതിലാണ്. മമ്മൂക്കയുടെ ഓപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇപ്പം അടിയിൽ കമൻറ്റ് വരും കേട്ടോ, ഇവനും മമ്മൂക്കയുടെ വില്ലനോ, അടുത്ത കമൻറ്റ് വരും. അല്ല അത്രയും നല്ലൊരു പെർഫോമർ ആയിരിക്കണം എൻ്റെ ഓപ്പോസിറ്റ് വരേണ്ടതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേരെ കാസ്റ്റ് ചെയ്തിട്ടാണ് ഇദ്ദേഹത്തിനെ കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിന് അത്രയും ജനങ്ങൾക്ക് ഇപ്പോഴത്തെ തലമുറ ഫ്രഷ് ആയിട്ടുള്ള ഫേസ് ആയിട്ട് തോന്നണം. അല്ലെങ്കിൽ ഇന്നൊരു നടൻ്റെ ഒരു ഷെയ്ഡ് വരും, ഇത് ഇന്ന നടനല്ലേ എന്ന് പറഞ്ഞു. പിന്നെ സന്തോഷ് കീഴാറ്റൂർ അറിയാമല്ലോ, 30 ദിവസം ഉണ്ടെങ്കിൽ 35 ദിവസം നാടകം കളിക്കുന്ന ഒരാൾ. അത്രയും വലിയൊരു ആക്ടറിൻ്റെ കൂടെയൊക്കെയാണ് നമ്മൾ ഒരു സ്റ്റേജ്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നാടകം ചെയ്യണമെന്നാണ്. അത് ഭയങ്കര ഭയമാണ് എനിക്ക്. കാരണം എൻ്റെ അടുത്ത് അതിനുവേണ്ടി കുറേ സമയങ്ങൾ ചിലവഴിക്കണം എന്ന് പറഞ്ഞിട്ട് സ്റ്റേജിൽ നിന്നിട്ട് ലൈവായിട്ട് സ്കിറ്റ് ചെയ്യുന്ന പോലെ അല്ല, ഒരു ക്യാരക്ടർ ഒരു വാക്ക് തെറ്റാൻ പാടില്ല എഴുതി വെച്ചിരിക്കുന്നത്. ടൈമിംഗ് ഒക്കെ ഭയങ്കര അതാണ്. അപ്പോൾ അങ്ങനെ ഒരു സംവിധായകനാണ് എൻ്റെ രഞ്ജിത്തിലാന്ന് പറയുന്നത്. നാടകത്തിൽ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ സന്തോഷ് കീഴാറ്റൂരിനെ പോലെ തന്നെ. പിന്നെ ഐശ്വിക എന്നും പറഞ്ഞിട്ടൊരു കുട്ടി, അവൾ അസലായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ സെൻസർ ബോർഡിലുള്ള പലരും വിളിച്ചിട്ട് ഈ കുട്ടി ഏതാണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. കാരണം അതും പുതുമുഖമാണ്.
പിന്നെ ബാബു അന്നൂർ, അവർക്ക് അറിയാവുന്നതാണ് കണ്ണൂർ ഏരിയയിലുള്ള. പിന്നെ അവിടുത്തെ കുറേ കലാകാരന്മാരെ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, ഇതിലൊരു പുണ്യം കൂടിയുണ്ട്. ഒരുപാട് കലാകാരന്മാർ ശബ്ദമായിട്ടും അതുപോലെ തന്നെ മുഖമായിട്ടും ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പം ടിനിച്ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും പറഞ്ഞാൽ താങ്കളൊരു ഭാഗ്യമുള്ളൊരു നടനാണെന്ന് ഞാൻ പറയും. കാരണം സഹനടനായിട്ടുണ്ട്, വില്ലനായിട്ടുണ്ട്, നമ്മളെ ചിരിപ്പിക്കുന്ന കഥാപാത്രമുണ്ട്, ഇപ്പം നായകനാവുന്നു, ഇതിന് മുന്നേ നായകനായിട്ടുണ്ട്, ഇപ്പോൾ പറഞ്ഞ പോലെ ജ്യോതിർമയിലൂടെ. കാരണം അന്ന് പ്രിയാമണി നിരസിച്ചു എന്ന് പറഞ്ഞ് നമ്മുടെ JB ജംഗ്ഷനിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു. അപ്പം എന്നിട്ട് പോലും ജ്യോതിർമയെ പോലും അന്ന് അത്ര നല്ല നടിയാണ് അല്ലേ. അങ്ങനത്തെ എല്ലാ തരം കഥാപാത്രങ്ങളും ചെയ്യാനുള്ള ഭാഗ്യം താങ്കൾക്ക് ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും ഉണ്ടാവേണ്ട ഒരു ഭാഗ്യവുമല്ല അത്. അപ്പം എന്ത് തോന്നുന്നു, അങ്ങനെ ഭയങ്കര ബ്ലെസ്ഡ് ആണെന്ന് ഫീൽ ചെയ്യാറുണ്ട്? അല്ല, ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചിരിപ്പിക്കുന്ന ആളായിട്ട് മാത്രം ഞാൻ വന്നിരുന്നെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ചിരി നിലയ്ക്കും, പിന്നെ ക്യാരക്ടർ റോൾസിലേക്ക് മാറണം. മമ്മൂക്ക എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ചെമ്മീൻ ചാടിയോൾ ചട്ടിയോളം എന്നുള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമഡിക്ക് അത്രേ ഉള്ളൂ. കാരണം കുറേ കഴിയുമ്പോൾ ചിരി മാറും. പക്ഷേ എനിക്ക് വന്നപ്പോൾ തന്നെ ഇപ്പോൾ പ്രാഞ്ചേട്ടനിൽ ലൈറ്റ് ഹ്യൂമറായിരുന്നു. ഭയങ്കരമായിട്ട് ആരെയും ഞാൻ ചിരിപ്പിച്ചിട്ടില്ല, ലൈറ്റായിട്ടേ ഞാൻ ചിരിപ്പിച്ചിട്ടുള്ളൂ. നമ്മളൊരു മന്ദമാരുതനാണ്, കൊടുങ്കാറ്റൊന്നുമല്ല. പിന്നെ വില്ലനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വില്ലനാണ് എനിക്ക് തന്നത്. അപ്പോൾ പിന്നെ ക്യാരക്ടർ റോൾസ്, ഇപ്പോൾ ജോഷി സാറ് പാപ്പൻ എന്ന് പറയുന്ന സിനിമയിൽ ഒരു ക്യാരക്ടർ ക്യാമറ തുടങ്ങുന്നത് എന്നെ വെച്ചിട്ടാണ് ആ സിനിമ തുടങ്ങുന്നത്. ഇത്തവണ ആൻ്റണി എന്ന് പറഞ്ഞ ജോജുവിൻ്റെ ഓപ്പോസിറ്റ് ഒരു ക്യാരക്ടറാണ്, വെടക്ക് സേവിയർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ തന്നെ ചോദിച്ചു, ഞാൻ എന്താണ് പോലീസാണ്, എപ്പോഴും അങ്ങനെയുള്ള ക്യാരക്ടർ. അപ്പം അല്ല, നീ കഞ്ചാവ് കച്ചവടക്കാരനാന്ന് പറഞ്ഞു. ഞാൻ അതിനെതിരെ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ പോസ്റ്റർ വരുന്നത് തന്നെ മയക്കുമരുന്ന് കേസിൽ ഇതായിട്ടുള്ള എന്നെ പിടിച്ച പോലീസിന് അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞ് ഫ്ലെക്സ്. അപ്പോൾ അതാണ് നമുക്ക് മാറ്റിത്തരുന്നതെന്ന് പറഞ്ഞത്, മാറ്റി പ്ലേസ്. അപ്പോൾ ജോഷ് സാറ് ഇപ്പോൾ എന്നെ വിളിച്ചിട്ടുള്ള സംവിധായകർ വീണ്ടും റിപ്പീറ്റായിട്ട് വിളിക്കാറുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, കൈക്കൂലിയോ ഇതൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. ഇപ്പോൾ വിനയൻ സാറ്, രഞ്ജിത്ത് സാറ്, ജോഷ് സാറ്, അവരൊക്കെ എന്നെ രണ്ടാമത് വിളിക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തന്ന ക്യാരക്ടർ മോശമാക്കിയില്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ രഞ്ജിത്ത് ലാലിൻ്റെ അടുത്ത പടത്തിൽ തന്നെ വിളിക്കുമായിരിക്കും ഉറപ്പായിട്ട്. അല്ല, ഈ കഥാപാത്രങ്ങൾ മോശമാക്കിയില്ല എന്ന് പറയുന്നതുകൊണ്ടാണ് ടിനിച്ചേട്ടന് ഏറ്റവും കൂടുതൽ ട്രോളുകൾ വരുന്നത് മിമിക്രിയിൽ അല്ലേ, ടിനിച്ചേട്ടനായിട്ട് തന്നെ നിൽക്കുന്നു എന്നുള്ളത്. പക്ഷെ നിങ്ങളുടെ കഥാപാത്രങ്ങളെ അല്ല, അതെൻ്റെ ഭാഗ്യമാണ്. കാരണം എന്താ പറയട്ടെ, ഞാൻ സ്ക്രീനിൽ വരുമ്പോൾ സുരേഷ് ഗോപിയുടെ മമ്മൂട്ടിയുടെ ഒക്കെ ശബ്ദമോ ഇതുണ്ടെങ്കിൽ അത് ബ്ലസ്ഡാണ് ഞാൻ. അതും എനിക്ക് അനുഗ്രഹമായിട്ട് വന്നേക്കണത്. ഒരു ബന്ധുവില്ല എന്ന് പറഞ്ഞാൽ ക്യാരക്ടറായിട്ട് മാറുന്നതല്ലേ. ഒരിക്കൽ പോലും ടിനി ടോമിന്റെ കഥാപാത്രങ്ങൾ മോശമായിരുന്നു അല്ലെങ്കിൽ അതിനൊരു വിമർശനം വന്നിട്ടില്ല അല്ലേ, അതൊരു വലിയ കാര്യം. മിമിക്രി എന്ന് പറഞ്ഞപ്പോൾ പുതിയ പിള്ളേർ നല്ല പിള്ളേരല്ലേ, അല്ലെ, നമ്മൾ അന്ന് ചെയ്തേക്കുന്ന സംഭവങ്ങൾ പണ്ട് ചെയ്തിട്ട് ജനങ്ങൾ കൈയടിച്ച ഈ ട്രോൾ ഇടുമ്പോൾ തന്നെ ശ്രദ്ധിച്ചോ, ഓഡിയൻസ് ഫുൾ കൈയടിയാ. അത് ഓരോ സ്ഥലത്ത് ഓരോ സമയം. ഇപ്പൊ പ്രേം നസീറിന്റെ അഭിനയം കണ്ടിട്ട് ഇപ്പോഴത്തെ ഫഹദായിട്ട് താരതമ്യം ചെയ്യരുതല്ലോ. പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്തൊന്നുമില്ല നമ്മൾ, പക്ഷെ സ്റ്റേജിൽ ഇപ്പോഴും പോകാറുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ട്രോളുന്നതാണ്. പക്ഷെ നമ്മളെ വേറെ അതൊന്നും എനിക്ക് ഇതുള്ള കാര്യമല്ല. പക്ഷെ ഉപദ്രവിക്കുന്നുണ്ട്, ബാഡ് വേർഡ്സ് വെച്ചിട്ട്. എനിക്കൊന്നും അത്രയും കിട്ടിയിട്ടില്ല കേട്ടോ, മറ്റുള്ളവരെയൊക്കെ ഉപദ്രവിക്കുന്നത്. നമുക്കൊക്കെ വളരെ മൈൽഡാന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം മുഖ്യമന്ത്രിനെയും പ്രധാനമന്ത്രിനെയും വരെ ട്രോളുന്നു, പിന്നെ നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം എനിക്കൊന്ന് ടിനിച്ചേട്ടൻ്റെ ഇൻ്റർവ്യൂസ് കാണുമ്പോൾ അല്ലെങ്കിൽ പറഞ്ഞു കേൾക്കുമ്പോഴൊക്കെ റൂൾസൊക്കെ ഇപ്പോൾ റൂൾസായിട്ട് തന്നെ പോകണം, നല്ല റൂൾസൊക്കെ ബ്രേക്ക് ചെയ്ത് നിൽക്കുന്ന, ഇഷ്ടമുള്ളത് തുറന്ന് പറയുന്ന നിലപാടുകളുള്ള ഒരാളായിട്ടാണ്. അപ്പോൾ അങ്ങനത്തെ നിലപാടുകൾ നമ്മൾ തുറന്നു പറയുമ്പോൾ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, അയ്യോ ഇതൊക്കെ എനിക്ക് എപ്പോഴും തിരിച്ചു വരുമോ, അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ഞാൻ ആലോചിച്ചിട്ട് തന്നെയാണ്. അതിന് ഭയമൊന്നുമില്ല. കാരണം റൂൾസ് ബ്രേക്ക് ചെയ്തുകൊണ്ടാണല്ലോ ഞാനിവിടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ പഠിച്ച് ഇപ്പോൾ കോടതിയിൽ നിന്നിട്ട് വാദിക്കേണ്ട ആളാണ്. പക്ഷേ നിയമങ്ങൾ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ലോസ് ഉണ്ട്, അതാണ് ബ്രേക്ക് ചെയ്തെന്ന് പറയുന്നത്. പക്ഷെ ഞാൻ ചെയ്തതിൽ എല്ലാം നന്മയായിട്ടാണ് ഫലിച്ചിട്ടുള്ളത്. ഇപ്പോൾ തൽക്കാലം എനിക്കൊരു ആക്രമണമൊക്കെ ഉണ്ടായാലും, ഇപ്പോൾ സുരേഷ് ചേട്ടൻ്റെ ഒപ്പം ഞാൻ ഒരുപാട് പരിപാടികൾക്കൊക്കെ പോകുമായിരുന്നു. അപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ സംഘി എന്നൊക്കെ വിളിക്കുകയും, ഞാൻ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പോൾ കോൺഗ്രസ്സിൽ വർക്ക് ചെയ്താലും കമ്മ്യൂണിസ്റ്റിൽ വർക്ക് ചെയ്താലൊക്കെ ഞാൻ കൂടെ പോകും. ആ വ്യക്തി എന്താണെന്ന് അറിയാവുന്നതുകൊണ്ടാണ്. അല്ലാണ്ട് നിങ്ങൾ എന്നെ BJP-യുടെ കൊടി പിടിച്ചിട്ട് എന്നെ കണ്ടിട്ടുണ്ടോ? അങ്ങനെയല്ല. അപ്പോൾ നല്ല മനുഷ്യർ, നല്ല രാഷ്ട്രീയക്കാരനുണ്ടാവും, നല്ല നടന്മാരുണ്ടാവും. പക്ഷെ നല്ല മനുഷ്യരുണ്ടാവാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നല്ല മനുഷ്യൻ്റെ കൂടെ നിന്നുള്ളൂ, അത് വിജയം കണ്ടെത്തിയില്ലേ. നന്മയ്ക്ക് അവസാന വിജയം ഉണ്ടാവും, സത്യത്തിന് അവസാന വിജയം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആദ്യം കേട്ടിരുന്നു. പക്ഷെ പിന്നീട് ആൾക്കാർക്ക് മനസ്സിലായി ഇയാൾ അങ്ങനെയുള്ള ഒരാളല്ല എന്നുള്ളത്. അത് ചിലപ്പോൾ കാലം തെളിയിക്കാൻ സമയം എടുക്കുമായിരിക്കും, പക്ഷെ അത് വലിയ തെളിയിക്കലായിരിക്കും. അപ്പം നല്ല മനുഷ്യരോടൊപ്പം നല്ല പ്രവൃത്തിയോടൊപ്പം നമ്മൾ ഈ ലൈഫ് ആകെ കുറച്ചുള്ളൂ ലൈഫ്. ഈ മറ്റുള്ളവരെ ചീത്ത പറഞ്ഞും തെറി പറഞ്ഞും നെഗറ്റീവ് പറഞ്ഞും എന്തിനാണ് അങ്ങനത്തെ ഒരു ജീവിതം?
ഇപ്പം നമ്മൾ ഇടയ്ക്ക് പറഞ്ഞിരുന്നു അമ്മയുടെ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അല്ലേ? കാരണം അമ്മയിലേക്കൊക്കെ എത്തിപ്പെടുക, ഇത്രയും ഒരു അംഗങ്ങളുള്ളതിൻ്റെ തലപ്പത്തേക്ക് വരിക എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞല്ലോ ഇടയ്ക്ക്, ലാലേട്ടൻ്റെ അടുത്ത് എനിക്ക് ഇത്ര എടുത്തിരിക്കുമ്പോൾ എനിക്ക് സ്വപ്നമാണോ എന്ന് തോന്നുന്നു. എങ്ങനെയാണ് ഈ അമ്മയിലെ ഒരു പ്രവർത്തനം? കാരണം ഇത്രയും അംഗങ്ങളുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും വിമർശനങ്ങളിൽ, അതിലെ നിലപാടുകൾക്കെതിരെ വിമർശനങ്ങളും സപ്പോർട്ടും ഒക്കെ വരുന്ന ഒരു കാര്യമാണ്. എങ്ങനെയാണ് ആ ഒരു പ്രവർത്തനം? അല്ല, കോളേജിൽ പഠിക്കുമ്പോൾ എനിക്ക് രാഷ്ട്രീയം ഉണ്ടായിരുന്നു. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇഷ്ടമുള്ളതാണ്, സേവനമൊക്കെ ഇഷ്ടമുള്ളതാണ്. ഞാൻ എൻ്റെ വീട്, എൻ്റെ കുടുംബം, എൻ്റെ കാർ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരാളല്ല. ഞാനൊരു സാമൂഹ്യ പ്രവർത്തകനായിട്ട് ജീവിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അതാണ് എൻ്റെ ഒരു ട്രിപ്പിംഗ് എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ മുഖത്ത് കാണുന്ന ഒരു സന്തോഷം. ഒരു സഹായം ചെയ്ത് കഴിയുമ്പോൾ അവർ തിരിച്ച് ചിലപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസായിരിക്കും, ഒരു ബ്ലഡ് കൊടുക്കുന്ന കേസായിരിക്കും, നമ്മൾ പുറത്ത് പറയാത്ത ഒരുപാട് കാര്യങ്ങൾ. പക്ഷേ പിന്നീട് അവർ കാണുമ്പോൾ ഒരു മുഖത്തൊരു തെളിച്ചുണ്ടാകും. ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. ആ തെളിച്ച് ഞാൻ ഏറ്റെടുക്കാറുണ്ട്. അപ്പോൾ അതിൽ അമ്മയിൽ പ്രവർത്തിക്കാൻ, അമ്മയിൽ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന 506 മെമ്പേഴ്സ് ഉണ്ട് ഇപ്പോൾ. അതിൽ എല്ലാവരും സുഖസമൃദ്ധമായിട്ടും ലക്ഷറി ആയിട്ടല്ല ജീവിക്കുന്നത്. ഒരു 50 75 പേരോ സുരക്ഷിതമായിട്ട് ജീവിക്കുന്നുള്ളൂ. ബാക്കി മീറ്റിങ്ങിന് വരുമ്പോൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പുറത്ത് പോയി ചാരിറ്റി ചെയ്യുന്നതിനേക്കാൾ, ചാരിറ്റി എന്തായാലും നമ്മൾ ജീവിതത്തിൽ ചെയ്യണമല്ലോ. സക്കാത്ത് എന്ന് പറയുന്നത് എഴുതി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് എൻ്റെ കുടുംബത്തിൽ തന്നെ ചെയ്യാമല്ലോ. അപ്പോൾ എൻ്റെ കുടുംബത്തിൽ പട്ടിണി കിടക്കുന്നവർക്കും ബുദ്ധിമുട്ടുന്നവർക്കും വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ കയ്യിൽ നിന്ന് കാശ് പോയാലും കുഴപ്പമില്ല. അപ്പോൾ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ആദ്യത്തെ 3 വർഷം വന്നു. പിന്നെ ഇലക്ഷൻ വന്നു. അന്നും ലാലേട്ടൻ്റെ പാനലിൽ തന്നെ ഞാൻ നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ലാലേട്ടനെ പോലെ ഒരാൾ കൂടെ വേണമെന്ന് പറയുന്നത് സന്തോഷമില്ല. അത് അറിയാതെ ആ പാനലിൽ വരില്ലല്ലോ. അത് നല്ല വോട്ടോടുകൂടി തന്നെ ജയിച്ചു. ഇപ്പോൾ അടുത്ത ഇലക്ഷൻ വരികയാണ്, അതിലും ഞാൻ മത്സരിക്കുകയാണ്. അത് ലാലേട്ടൻ്റെ പാനലിൽ തന്നെയാണ്. അതും സന്തോഷം. അപ്പോൾ 6 വർഷം കഴിഞ്ഞു. ഇനിയൊരു 3 വർഷം കൂടി നമുക്ക് തരുന്നു. എല്ലാവരും കാത്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. കാരണം ഇല്ല, ബാബു ചേട്ടൻ മാറുകയാണ്. അപ്പം എന്തായിരിക്കും? കാരണം പുള്ളി കുറേ നാളുകൊണ്ടല്ലേ നന്നായിട്ട് നോക്കിയിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. അപ്പം അതും എല്ലാവരും പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ ഞാൻ ചോദിക്കട്ടെ, ഈയിടെ ടിൻചേട്ടൻ്റെ ഒരു വൈറലായ കാര്യമായിരുന്നു മോനെ സിനിമയിലേക്ക് വിളിച്ചിട്ട് അങ്ങനെ വൈഫ് പറയേണ്ട ലഹരി ഉപയോഗത്തിൻ്റെ കാര്യം. കാരണം ഈ സിനിമയുമായിട്ടും നമുക്ക് അതിനെ ബന്ധപ്പെടുത്താം അല്ലേ? ഇതും ഒരു ലഹരിയുടെ ഭാഗമായിട്ട് വരുന്നു. അപ്പം സിനിമയിൽ അത്ര ധൈര്യപൂർവ്വം പറയുകയാണ്. അപ്പം അങ്ങനെ പറയുമ്പം സിനിമയിൽ അത്രത്തോളം ലഹരി ഉപയോഗം കൂടുതലാണെന്ന് തോന്നുന്നു. വിവാദമാക്കാനുള്ള പരിപാടിയല്ലേ? ഇതായിട്ട് ഞാൻ കണക്ട് ചെയ്ത് അല്ലല്ല, ഞാൻ പറഞ്ഞ അല്ലല്ല, അങ്ങനെയല്ല, എല്ലാ മേഖലയിലും ഉണ്ട് ഇത്. സിനിമയെക്കുറിച്ച് എനിക്കറിയാൻ പാടുന്നത് മാത്രം ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഒന്നും അല്ല പറഞ്ഞത്, പക്ഷെ തെറ്റായിട്ട് കുറേ വ്യാഖ്യാനിച്ചു. ഞാൻ പിന്നെ ക്ലാരിഫിക്കേഷന് പോയില്ല. 15-16 വയസ്സ് വരെ, ഒരു 22-23 വയസ്സ് വരെ മക്കൾ കൂടെ തന്നെ വളർത്തിയില്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏതിൽ വിട്ടാലും, ഇപ്പോൾ IT മേഖലയിൽ വിട്ടാലും നമ്മൾ കൂടെ ഒരു സർവേലൻസ് ഇല്ലെങ്കിൽ പണിയാണ്. സിനിമയിൽ മാത്രമല്ല, അപ്പോൾ എൻ്റെ അമ്മയുടെയും എൻ്റെ വൈഫിൻ്റെയൊക്കെ ടെൻഷനാണ് പറഞ്ഞത്. അവനെ വിടണമെങ്കിൽ ഒറ്റക്ക് അങ്ങോട്ട് വിടണം. 16 വയസ്സുള്ളൊരു തന്നെ വിടണം അങ്ങോട്ട്. അപ്പോൾ എന്താവും അറിയില്ല. അപ്പോൾ അവനൊരു പ്രായമായിട്ട് വിട്ടാൽ മതി എന്നുള്ള തീരുമാനമാണ്. അത് തെറ്റായിട്ട് വ്യാഖ്യാനിച്ച് വേറെ വ്യാഖ്യാനങ്ങളൊക്കെ വന്നു. അതിനിപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ട് പറയുകയാണ്, എല്ലാ മേഖലയിലും ഉണ്ടല്ലോ. ഇപ്പോൾ ഫ്രൂട്ട്സ് നിന്ന് മേടിക്കുമ്പോൾ അതിനേക്കാൾ വിഷമാണ്. ഒന്നും വേണ്ട, അരളിപ്പൂവ് നിന്നാൽ ഇപ്പോൾ 3 പേര് മരിച്ചെന്ന്. അപ്പോൾ എവിടെ ചെന്ന് ഫ്രൂട്ട്സിലും മറ്റേ ഇതിലില്ലേ, മീനിലുണ്ട്. എല്ലാത്തിലും വിഷമാണ്. എന്താണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കിഡ്നി പ്രോബ്ലംസ് വന്നുകൊണ്ടിരിക്കുക. എന്തോരം, ഞാനിപ്പോൾ 2 കിഡ്നി പ്രശ്നം ഞാൻ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ളതാണ്. ഞാൻ നോക്കുമ്പോൾ എത്രയോ കിഡ്നിയുടെ കേസ് എന്നെ വിളിച്ചിട്ടൊന്ന് ഷെയർ ചെയ്യും അതിൻ്റെ ഇത് ചോദിക്കുന്നത്. അപ്പോൾ അത്രയും വിഷം. നമ്മുടെ ചുറ്റും രോഗാണുക്കളുണ്ട്. ഇപ്പോൾ ഒരു 3 ലക്ഷം രോഗാണുക്കളുണ്ടാവും. കാരണം കൊറോണയും ഇതൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടിയാണ് നമ്മൾ അതിജീവിച്ച് പോകുന്നത്. അപ്പോൾ എല്ലാ ദിവസവും വൈകിട്ട് പൊന്നി വീട്ടിൽ ചെന്നിട്ട് പ്രാർത്ഥിക്കേണ്ടത് എനിക്ക് അത് വേണം ഇത് വേണമെന്നല്ല, എനിക്ക് ജീവിതം തന്നതിന് നന്ദി എന്ന് പറയാം. അല്ല, അല്ലാണ്ട് അത് വേണം, എനിക്ക് സിനിമയിൽ ഇതാവാൻ പറ്റിയില്ല അല്ലെങ്കിൽ കാശ് കിട്ടിയില്ല എന്നല്ല. കാരണം അത്രയും പലസ്തീനും അതൊക്കെ ഒന്ന് വെച്ച് നോക്കി അറിയാം നമ്മൾ എന്തുമാത്രം സുരക്ഷിതരാണെന്ന്. ഇപ്പം മത്ത് എന്ന സിനിമ നമുക്ക് പ്രേക്ഷകർക്ക് നൽകുന്ന ഒരു സന്ദേശം എന്തായിരിക്കും? മത്ത് ഇത് തന്നെയാണ്, നമ്മളല്ലാതായി തീരരുത്. നമ്മൾ ഇത്രയും നല്ലൊരു ശരീരം തന്നിട്ട് എന്തൊരു മെക്കാനിസം എന്ന് പറയും നമ്മുടെ ശരീരത്തിൽ. ഈ കിഡ്നി ചെയ്യുന്നത് എന്താണ്, ലിവർ ചെയ്യുന്നത് എന്താണെന്നൊക്കെ നമ്മൾ ഒരു രോഗിക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ, ഇപ്പോൾ സുബി എന്ന് പറഞ്ഞ കുട്ടി ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ എൻ്റെ അടുത്ത് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്ലാസ്മ കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ കുറച്ച് ദിവസം അതുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ കൊടുത്തു. ഞാൻ വിചാരിച്ചെന്തോ ഓക്സിജൻ കൂടെ അല്ല മരുന്നാന്ന് വിചാരിച്ചത്. ഓരോ പ്ലാസ്മ കൊടുക്കട്ടെ എന്ന് പറയുമ്പോഴും 65,000 രൂപ വെച്ചിട്ടാണ്. പിന്നെയും ചോദിക്കുമ്പോൾ കൊടുത്തോട്ടെ, കൊടുത്തു അതിനെന്താണ്. പിന്നീടാണ് അറിയുന്നത് ഇത്രയും ഒരാൾ ഓക്സിജൻ പോലെ തന്നെയാണ് ലിവറിന് കൊടുക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ ഇത്രയും നല്ലൊരു ശരീരം നമുക്ക് ഉണ്ടായിട്ട് ഇത്രയും ഫങ്ഷൻ ചെയ്യുന്ന ഒരു ശരീരം നമ്മൾ വീണ്ടും നശിപ്പിക്കുകയാണ്. ദൈവം ഇത്രയും പ്ലാൻ ചെയ്തൊരു, ഇപ്പോൾ ബ്രെയിൻ ആണെങ്കിലും ഇതാണെങ്കിലും ഒക്കെ അത് നമ്മൾ
ഈ ചിന്തകൾ നമ്മളെ അതിനെക്കുറിച്ചൊരു അവയർനെസ് ക്ലാസ് എല്ലാ ദിവസവും നമുക്ക് എവിടെയെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ സിനിമ തുടങ്ങുമ്പോൾ പറയും മറ്റേ ഗുഡ് കാ പാൻ മറ്റേന്നൊക്കെ പറഞ്ഞിങ്ങനെ കാണിക്കുമ്പോൾ എംഫസീമ നിങ്ങളെ എന്താ ആരും ശ്രദ്ധിക്കുക പോലുമില്ല, അവിടെയൊന്നും കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ ഇത് കൃത്യമായിട്ട് നമ്മുടെ ബ്രെയിനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മളിതൊന്നും ഉപയോഗിക്കില്ല, നമ്മൾ പേടിച്ചു പോകും. കാരണം ഇത്രയും നല്ലൊരു ശരീരം തന്നിട്ട് നമ്മളത് നശിപ്പിക്കുകയാണ്. നല്ലൊരു ലൈഫ്, കുറച്ചൊരു ലൈഫാണ് ഉള്ളത് ഇവിടെ. ഇതൊന്നും നല്ല നിറത്തിൽ കാണാൻ പറ്റാണ്ടാവുക. മത്തിലെ എൻ്റെ ഈ കഥാപാത്രം നരൻ എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. ലൈഫ് ഒന്ന് പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ, ഒരു അച്ഛനമ്മ കുട്ടി എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. എൻ്റെ അടുത്ത് ഇപ്പോൾ എല്ലാവർക്കും ആ ഭാഗ്യം ഉണ്ടാവുമെന്ന് അറിയില്ല, എന്നാലും മമ്മൂക്ക എൻ്റെ അടുത്ത് പറഞ്ഞതല്ലോ, വീട്ടിൽ കാലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നീ കുടുംബനാഥനായിരിക്കണമെന്ന്, അവിടെ സിനിമാടനാവരുതെന്ന്. അതെല്ലാവർക്കും കിട്ടില്ല. ഫാമിലി എന്ന് പറഞ്ഞത് ഇത്ര കാശ്. മെർലിൻ മൺറോ എന്ന് പറഞ്ഞത് ഭയങ്കര നടിയും ഭയങ്കര കാശ്. 36-ാമത്തെ വയസ്സിൽ സൂസൈഡ് ചെയ്യേണ്ടി വന്നു. ഹിറ്റ്ലർ എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ കീഴടക്കിയ ആൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇവർക്കൊക്കെ എന്താണ്, ഒരു കുടുംബജീവിതം ഇല്ലായിരുന്നു. അതാണ് മെയിൻ. അപ്പോൾ നമുക്കൊരു കുടുംബം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സെൻസിബിളായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അത് നമ്മൾ വളരെ സുരക്ഷിതമായിട്ട് അതൊരിക്കലും കിട്ടില്ല. അപ്പോൾ അത് ഇല്ലാണ്ടായി പോകുന്ന ഒരാളുടെ അവസ്ഥയാണ്. അതിലാണ് മത്തായി പോകുന്നത്. അപ്പോൾ ഒരു അച്ഛനും അമ്മയും കൂടി ഡിവോഴ്സ് ചെയ്യുമ്പോൾ അതിൽ അനുഭവിക്കുന്നത് മറ്റാരുമല്ല, കുഞ്ഞാണ്. അപ്പനപ്പൻ്റെ ജീവിതം കിട്ടിയ മോളുടെ ഞാൻ എൻ്റെ ഒരു സ്ഥലത്ത് അറിയാവുന്നവരുണ്ട്. 2 മക്കൾ ഇവിടെ ഉണ്ട്, പക്ഷേ അവർ അപ്പനും അമ്മയും അമേരിക്കയിലാണ്. അപ്പനമ്മ എന്നാൽ രണ്ടാമത് കെട്ടിയ അമ്മ. ആ കുട്ടികൾ എങ്ങനെയോ വളരുന്നു. അപ്പോൾ അവരുടെ ലൈഫിൽ നല്ലൊരു ലൈഫ് നഷ്ടപ്പെട്ടു പോകണം. അപ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതമാണ്. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയെങ്കിലും ഒരുമിച്ച് ജീവിക്കാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അത് വളരെ സെൻസിബിളായിട്ട് മത്തിൽ പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഇയാളിങ്ങനെ പോകുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരമ്മയുടെ സുരക്ഷിതത ആവശ്യമാണ്. ഇതൊന്നും ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ പറയേണ്ടതാണോ എന്നുള്ളത്, പക്ഷേ ഇതൊക്കെ തന്നെയാണ് ലോകത്തുള്ള നന്മകൾ എന്ന് പറയുന്നത്. അമ്മയോടൊപ്പം ഒരു പെൺകുഞ്ഞ് വളർന്നു വലുതാകുമ്പോൾ അവൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അവൾക്ക് പറയണ്ടേ, അവൾക്ക് തുറന്ന് ഷെയർ ചെയ്യാൻ പറ്റണ്ടേ, എന്തൊക്കെ കാര്യങ്ങളുണ്ടാവും. അമ്മയില്ലാതെ ഉള്ളൊരു ലോൺലിനെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സങ്കടമാണ്. അത് അനാഥത്വം തന്നെയാണ്. അപ്പം സിനിമയിലാണെങ്കിലും എവിടെയാണെങ്കിലും എന്ത് ലക്ഷറി ആണെങ്കിലും കുടുംബം നമുക്ക് കിട്ടിയാൽ ഭാഗ്യമാണ്. അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. ടിനി ടോം കഥകൾ എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം പറ്റും, കാണണം, കേൾക്കണം, വിട്ടുകളയണം. ഇപ്പോൾ ടിനി ചേട്ടനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും അത്രയും പോസിറ്റീവായിട്ട് സംസാരിക്കാൻ, അത്രയും പോസിറ്റീവായിട്ട് ജീവിതത്തെ കാണുന്ന ഒരാൾ നമ്മളോടും പറയുകയാണ് അല്ലേ, കാണണം, കേൾക്കണം, വിട്ടുകളയണം. കോമഡിക്ക് മാത്രമുണ്ടോ? ഒരിക്കലും അല്ല, സിനിമയെക്കുറിച്ചല്ല ഞാൻ പറയാം, ജീവിതത്തെക്കുറിച്ച് ആവശ്യമുള്ള കാര്യങ്ങൾ എടുക്കാം. അതുപോലെ തന്നെ ഇത്രയും നല്ലൊരു സിനിമയുമായിട്ടാണ് വീണ്ടും ടിനി ടോം നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. വളരെ പ്രതീക്ഷ. എനിക്ക് തോന്നുന്നു ടിനി ചേട്ടനോട് സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഇതിൽ നമുക്ക് പ്രേക്ഷകർക്ക് എന്തോ ഉറപ്പായിട്ടും സിനിമ കണ്ടു കഴിയുമ്പോൾ കൂടെ കൊണ്ടുപോകാനുള്ള എന്തോ ഒരു കാര്യം മത്തിലുണ്ട് എന്നുള്ളത് തന്നെ. അതെ, പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് ചെറിയ സിനിമയായിട്ട് തോന്നും, പക്ഷേ ഇതിൻ്റെ ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ഈ സക്രിയ ബക്കളം, റീഷ് മാർലിൻ, പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ RR ചെയ്തിരിക്കുന്നത് മണികണ്ഠൻ അയ്യപ്പനാണ്. അഞ്ചക്കള്ള കോക്കാൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ RR ചെയ്തിരിക്കുന്ന ഒരാളാണ്. ലിജു പ്രഭാകറാണ് കളറിങ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇതിൻ്റെ ടെക്നീഷ്യൻസ് എല്ലാം ഹൈ ആൾക്കാർ, ഒന്നാം നിരയിൽ നിൽക്കുന്നവർ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് സൂപ്പർ സ്റ്റാർസ് ഒന്നുമില്ല എന്നുള്ളൊരു മാത്രമേ ഉള്ളൂ. കുഴപ്പമില്ല, ഞങ്ങൾക്ക് ടിനി ടോം ഉണ്ട്. ടിനി ടോമിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഉറപ്പായിട്ടും മറ്റ് നല്ലൊരു ചിത്രമാകട്ടെ, വിജയമാകട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.